മഴത്തുള്ളിയെ പ്രണയിച്ച കുട്ടിക്കാലം. അനുഭവ കഥ. രചന അനിൽ മണ്ണത്തൂർ. ശബ്ദം അഫ്ലർ കോട്ടക്കൽ. മേടം പകുതിയായിട്ടേയുള്ളൂ. മഴ ശക്തമായി. കാലാവസ്ഥ ആകെ മാറുന്നു. എടവപ്പാതിയിൽ പെരണ്ണാത്തിക്കല്ല് ഉയരത്തിലേക്കിടാമെന്നാണ് പഴമക്കാരുടെ മതം. അതായത് എടവപ്പാതിയായാൽ മഴക്കാലമാകുമെന്ന്. എന്തായാലും കാലാവസ്ഥയൊക്കെ തകിടം മറിഞ്ഞു. മഴക്കാലം വരുമെന്നോർക്കുമ്പോൾ ഒരു ഭയമാണ്. വിളിക്കാത്ത അതിഥിയായി ചെറുപുഴ വീട്ടിലേക്ക് കയറി വരും. വീട്ടുപകരണങ്ങളൊക്കെ ഉയരത്തിലേക്ക് കയറ്റണം. എന്നാൽ കുട്ടിക്കാലത്ത് ഒരു ഭയവും ഉണ്ടായിരുന്നില്ല. തിമിർത്ത് പെയ്യുന്ന മഴയ്ക്ക് എന്ത് രസമായിരുന്നു. എടവം, മിഥുനം, കർക്കിടകത്തിലായിരുന്നു വലിയ മഴക്കാലം. എടവം അവസാനവും മിഥുനത്തിലും വെട്ടുന്ന ഇടിക്ക് പൊന്തുന്ന കൂണിന് എന്ത് സ്വാദായിരുന്നു. ഇന്നത്തെ പോലെ അന്നൊന്നും കടയിൽ നിന്ന് കൂൺ കിട്ടില്ല. വിഷക്കൂണല്ലെന്ന് ഉറപ്പാക്കണം. കുട്ടികളൊന്നും തൊടാൻ പാടില്ല. പറമ്പിൽ പൊന്തുമ്പോൾ ആരും കാണാതെ പറിച്ചെടുക്കണം. അന്ന് മണ്ണത്തൂരിൽ നടുമുറ്റത്തും കുഴിമുറ്റത്തും മഴവെള്ളം വീഴും. സിമന്റിട്ട തറയിൽ തുള്ളി തുള്ളി വീഴുന്ന ശബ്ദം എത്ര താളാത്മകമായിരുന്നു. അവിടങ്ങളിൽ പറ്റിയിരുന്ന തവളകളുടെയും ചീവീടുകളുടെയും ശബ്ദം ഇന്നും ഭയത്തോടെ ഓർമ്മയിലുണ്ട്. മാമന്മാർ തവളയെ പിടിച്ച് പുറത്താക്കിയാൽ അവ വീണ്ടും ഉള്ളിൽ കയറിപ്പറ്റും. നടുമുറ്റത്ത് നിന്നും കുഴിമുറ്റത്തു നിന്നും വെള്ളം പുറത്തേക്ക് പോവാനുള്ള ദ്വാരം പേപ്പർ വെച്ച് അടച്ചു വെച്ചതിന് എത്ര തവണ അടി കിട്ടിയിട്ടുണ്ട്. പിറ്റേന്നും അത് തന്നെ ചെയ്യും. ചകിരിത്തുപ്പാണെങ്കിൽ മുട്ടോളം വെള്ളം കെട്ടി നിൽക്കും. ഒരു ദിവസം രാവിലെ അന്നത്തെ മാതൃഭൂമി പത്രമാണ് ദ്വാരമടക്കാൻ കിട്ടിയത്. പിന്നത്തെ പൂരം പറയണ്ടല്ലോ. ഒരു മഴയത്ത് ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി നടുമുറ്റത്തേക്ക് മൂത്രമൊഴിക്കുമ്പോൾ പുറകിൽ കൂടി വന്ന മാമൻ തലക്കൊരു കുത്ത്. ഉറക്കെ കരയണമെന്നുണ്ടായിരുന്നെങ്കിലും മറ്റുള്ളവരെ കൂടെ അറിയിച്ച് ശിക്ഷ വർദ്ധിപ്പിക്കേണ്ടെന്ന് കരുതി. മണ്ണത്തൂര് തട്ടിന് പുറത്തേക്കുള്ള കോണിപ്പടിയിൽ 100, 200 എന്നൊക്കെ അച്ചടിച്ച മുദ്രപത്രങ്ങൾ ഉണ്ടാകുമായിരുന്നു. അവ തോണിയാക്കി കുഴിമുറ്റത്തിടുന്നതും ഒരു ഹോബിയായിരുന്നു. നടുമുറ്റത്തെ മഴത്തുള്ളികളുടെ നാദസൗന്ദര്യം പറഞ്ഞല്ലോ. എന്നാൽ രാത്രിയിൽ അത് ആരുടെയോ പാദശബ്ദമായി തോന്നും. ഹോ, പ്രേതങ്ങളെയൊക്കെ എന്ത് ഭയമായിരുന്നു. കണ്ണുമടച്ചുള്ള കിടത്തം ഇന്നും വിറയലോടെ ഓർമ്മ വരും. അപ്പോഴായിരിക്കും മൂങ്ങകളുടെ കൂർത്ത ശബ്ദം. എത്രയോ കാരണവന്മാർ ജീവിച്ച തറവാടല്ലേ. അന്നൊന്നും നാട്ടിലൊന്നും വൈദ്യുതിയില്ല, കക്കൂസില്ല. ചിമ്മിനി വിളക്ക് തന്നെ ആശ്രയം. റേഷൻ ഷാപ്പിൽ നിന്ന് ചിമ്മിനി കിട്ടിയില്ലെങ്കിൽ പറയാനുമില്ല. നമ്പർ 1-നാണെങ്കിൽ ഓവുണ്ട്. നമ്പർ 2-നാണെങ്കിൽ പറമ്പ് തന്നെ ആശ്രയം. പകല് മുഴുവൻ ചക്കയും മാങ്ങയും കയറ്റുന്നവർക്ക് രാത്രിയിലാണ് പ്രയാസം. രോഗികളായ വയസ്സായവർക്ക് കോളാമ്പി ഉണ്ടാകും. വലിയ കൗങ്ങിൻ പാളകൾ സൂക്ഷിക്കുന്നവരുണ്ടായിരുന്നു. പക്ഷേ ഒന്ന് പറയട്ടെ, അന്ന് വയസ്സായവരും രോഗികളും കുട്ടികളും സുരക്ഷിതരായിരുന്നു. അന്ന് 1, 2 തവണ വെള്ളപ്പൊക്കം വരും. അത് ഒരു ഉത്സവമായിരുന്നു. വാഴത്തണ്ടുകൾ കെട്ടി വയലിൽ കളിക്കുന്നവർ, തോണിയുമായി വെള്ളത്തിൽ ഉല്ലസിക്കുന്നവർ, അക്കരെ ഇക്കരെ നീന്തുന്നവർ. ഒരു കാലം 1, 2 മഴ പെയ്താലൊന്നും അവധി കിട്ടില്ലായിരുന്നു.